സാധാരണ നമ്മൾ സംസാരിക്കാറിൽ നിന്നും അല്പം വ്യത്യസ്തമായൊരു വിഷയമാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ടോപ്പിക്ക് പ്രത്യേകിച്ചും നമ്മളുടെ മാതാപിതാക്കളെ പറ്റിയാണ്, അവരുടെ ആരോഗ്യത്തെ പറ്റിയാണ്. അവർക്ക് നമ്മൾ എത്രത്തോളം അവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ നൽകുന്നു എന്നുള്ളതിനെ പറ്റിയാണ്. നിങ്ങൾ ജനിച്ച നാൾ മുതൽ ഇന്ന് ഈ ദിവസം വരെ നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ കാര്യമായാലും ശരി, നിങ്ങളുടെ വളർച്ചയുടെ കാര്യമായാലും ശരി, നിങ്ങളുടെ പഠനത്തിലും നിങ്ങളുടെ സുഖദുഃഖങ്ങളിലും എല്ലാം നിങ്ങളെ ശ്രദ്ധിക്കുകയും നിങ്ങളുടെ ഓരോ കാര്യങ്ങളും പരിപാലിക്കുകയും ചെയ്തിരുന്നത് നിങ്ങളുടെ മാതാപിതാക്കളാണ്. ഇന്ന് അവർക്ക് പ്രായമായി, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. നമ്മൾ എത്രത്തോളം അവരുടെ ഈ ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റി ശ്രദ്ധിക്കുന്നുണ്ട്, അതിന് എത്രത്തോളം സമയം നിങ്ങൾ ചെലവഴിക്കുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലെയും പ്രവൃത്തിയിലെയും നിത്യേന തിരക്കുകൾ കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കൾ അവരുടെ ആവശ്യങ്ങളെ പറ്റിയും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റിയും നിങ്ങളോട് പറയാറുണ്ടാവില്ല. അതുപോലെ ഇപ്പോഴത്തെ യുവതലമുറ അവരുടെ ജീവിത പ്രശ്നങ്ങളുടെ ഇടയിലും അവരുടെ ജോലി തിരക്കുകളുടെ ഇടയിലും പെട്ട് അവരുടെ മാതാപിതാക്കളുടെ ആവശ്യങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റിയോ ശ്രദ്ധിക്കാനുള്ള സമയം കണ്ടെത്തുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇതുപോലൊരു കാലഘട്ടം നിങ്ങളുടെ മാതാപിതാക്കൾക്കും ഉണ്ടായിരുന്നു. അവർ അന്ന് അവരുടെ കുടുംബ പ്രശ്നങ്ങൾക്കിടയിലും കുടുംബ ബാധ്യതകൾക്കിടയിലും ജോലിക്കിടയിലും പക്ഷെ അവർ നിങ്ങളുടെ പഠനത്തിൻ്റെ കാര്യത്തിലും നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും അതീവ ശ്രദ്ധ ചെലുത്തുവാനും നിങ്ങൾക്ക് വേണ്ടത് ചെയ്തു തരുവാനുമുള്ള സമയം അവർ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ കാണുന്ന ഒരു പ്രവണത, ഇപ്പോഴത്തെ യുവതലമുറ മാതാപിതാക്കൾക്ക് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഈ വയസ്സുകാലത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വീടിൻ്റെ ആയാലും ശരി, പേരക്കുട്ടികളുടെ ആയാലും അവരുടെ മേൽ ചാർത്തുന്നു എന്നുള്ളത് കൂടിയാണ്. ഒരു കാലഘട്ടം മുഴുവൻ ജോലി ചെയ്ത് അവരുടെ റിട്ടയർമെൻറ്റ് കാലമെടുക്കുമ്പോൾ അവർക്ക് അല്പം വിശ്രമവും സമാധാനവും അവർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരവും സ്വാതന്ത്ര്യവും കൊടുക്കണമെന്നുള്ളത് അത്യാവശ്യമാണ്. മാത്രമല്ല ഈ ഒരു കാലഘട്ടം, ഈ ഒരു പ്രായത്തിൽ അവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും അവർക്ക് വേണ്ട കൃത്യസമയത്തുള്ള വൈദ്യ പരിശോധനകളും അതിനുള്ള ചികിത്സയും നൽകാനും ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ചികിത്സ എന്ന് പറയുമ്പോൾ ഹൃദയ സംബന്ധമായ അസുഖങ്ങളോ ബ്ലഡ് പ്രഷറോ പ്രമേഹമോ വാതരോഗങ്ങളോ കണ്ണ് സംബന്ധമായ അസുഖങ്ങളോ ആൽസീമേഴ്സ് ഡിമെൻഷ്യ പോലുള്ള അസുഖങ്ങളോ ഉണ്ടെങ്കിൽ അതിനുള്ള കൃത്യമായ വൈദ്യ പരിശോധന നടത്തുകയും വേണ്ട ചികിത്സ കൃത്യമായി കൊടുക്കുകയും ചെയ്യുക. അവർ കഴിക്കുന്ന മരുന്നുകളെ പറ്റി പൂർണ്ണമായ അറിവും ധാരണയും ശ്രദ്ധയും വെക്കുക. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ വീൽ ചെയർ, ക്രച്ചസ്, വാക്കർ പോലുള്ള സപ്പോർട്ട് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുക. ടോയ്ലറ്റിൽ വീഴാതിരിക്കാൻ വേണ്ടി ടോയ്ലറ്റിൽ എപ്പോഴും ഹാൻഡ് ഗ്രിപ്സ് ഫിക്സ് ചെയ്യുക. വീട്ടിൽ വെച്ച് ബ്ലഡ് പ്രഷറും ബ്ലഡ് ഷുഗറും ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക. കൂടാതെ അവർ പുറത്ത് നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഷൂസ് ധരിക്കാൻ പറയുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് അവരുടെ മാനസിക ആരോഗ്യത്തെക്കുറിച്ചാണ്. കൂടുതൽ വീട്ടുകാര്യങ്ങളോ ഉത്തരവാദിത്തങ്ങളോ അവരുടെ മേൽ ഏൽപ്പിച്ചു കൊടുക്കാതെ അവർക്ക് ആവശ്യമുള്ള വിശ്രമ സമയം നൽകുക. അവർക്കിഷ്ടമുള്ള വിനോദങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക. അവർ വായനാശീലമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഏർപ്പാടുകൾ അവർക്ക് ഒരുക്കി കൊടുക്കുക. അവരുടെ സമപ്രായക്കാരുടെ കൂട്ടായ്മകളിൽ മറ്റും പങ്കെടുക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. യോഗ, നടത്തം പോലുള്ള ചെറിയ വ്യായാമങ്ങൾ ചെയ്യാൻ അവരെ നിർബന്ധിക്കുക. ഇതിനൊക്കെ പുറമെ നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ പരമാവധി അവരോടൊപ്പം ചെലവഴിക്കാൻ തീർച്ചയായും ശ്രദ്ധിക്കുക. മറക്കാതിരിക്കുക, മാതാപിതാക്കൾ നമ്മളുടെ അമൂല്യ സമ്പത്താണ്. അവരുള്ള കാലത്ത് ഒരുപക്ഷെ നമുക്ക് അവരുടെ വില മനസ്സിലായി എന്ന് വരില്ല. അതുകൊണ്ട് ആ സമ്പത്ത് എപ്പോഴും പരിപാലിക്കുക, കാത്തു സൂക്ഷിക്കുക.